നല്ല ഫലമാണ് ഉണ്ടായത്. ഒരുപാട് സന്തോഷമായി എല്ലാവർക്കും. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇത്ര ദിവസം സ്ട്രഗിൾ ചെയ്ത് നിന്ന് പൈസ എടുക്കാനൊന്നും ആരെടുത്തും ഉണ്ടായിട്ടില്ല. ഒരുപാട് സന്തോഷം. നേരത്തെ പറഞ്ഞു ഇവിടെ സമരം നടത്തുന്ന സമയത്ത് ഉൾപ്പെടെ ചില നേരങ്ങളിൽ ചിലപ്പോൾ ഉച്ചക്കായിരിക്കാം, രാത്രിയായിരിക്കാം, ഭക്ഷണം പോലും കഴിക്കാത്ത രീതിയിലുള്ള സമരങ്ങൾ നടത്തേണ്ടി വന്നിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. അതേപോലെ ദൂരത്തുനിന്ന് വരുന്ന ആൾക്കാരുണ്ട്, പൈസേൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. ഭക്ഷണം കഴിക്കാണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ആൾക്കാരുണ്ട് ഇതിൽ. അതായത് 5 ദിവസം 6 ദിവസം രാപ്പകൽ സമരത്തിൽ കണ്ടിന്യൂസ് നിന്ന ആൾക്കാരും ഉണ്ട് ഇവിടെ, കുറേ ആൾക്കാർ. അപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തതാണ്. ഒരുപാട് സന്തോഷം. ഈ നിമിഷം നോക്കുമ്പോൾ കണ്ണ് നനയുന്നൊരു അനുഭവം പോലും ഉണ്ടാവുകയാണ്. അതെ, ഇന്നലെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിന്. ഇന്നലെ നമ്മൾ ഒരുപാട് കരഞ്ഞിന്. പ്രത്യേകിച്ച് ഈ കൊയിലി ഹോസ്പിറ്റലിലുള്ള ആൾക്കാർ കുറേ വിഷമിച്ചിന്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ട് ഭയങ്കര സന്തോഷം. ജനങ്ങളുടെയും ഒരു പിന്തുണ നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് കൂടിയാണ് ഈ സമര വിജയത്തിന്റെ കാരണം. ജനങ്ങളതും അതുപോലെ തന്നെ പാർട്ടിക്കാരും സഹകരണ സമിതിന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ട്. ഇത്ര ദിവസം അവരും അവരുടെ ജോലിയെല്ലാം മാറ്റി വെച്ച് രാവും പകലും എല്ലാവരും നമ്മുടെ അടുത്തുണ്ടായിരുന്നു. അവരോട് ഒരുപാട് നന്ദി. നമുക്ക് ഇവരോടൊക്കെ ചോദിക്കാവുന്നതാണ്. ഇതിപ്പോ 62 ദിവസത്തിന് ശേഷമാണ് ഒരു തീരുമാനം ഉണ്ടാകുന്നത്. അതെ, വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഇത്രയും നാള് പുറത്തിരുന്നു, ആരും അത് മൈൻഡാക്കിയില്ല, ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു നമ്മൾ പുറത്തിരിക്കുന്നതെന്നും. പിന്നെയും നമ്മൾ കുറേ നാൾ കഷ്ടപ്പെട്ടു. ഇത്രയും വെയിലും മെയ് മാസം നല്ല ചൂടിൻ്റെ കാലത്താണ് ഞങ്ങളവിടെ ആ റോഡിലിരിക്കുകയും എല്ലാം ചെയ്തത്. വണ്ടിയുടെ ചൂടും എല്ലാം മഴയെല്ലാം കൊണ്ടിട്ട് തന്നെയാണ് നമ്മൾ ഇത്രയും എത്തിയത്. സന്തോഷമുണ്ട്, പറയാൻ വാക്കുകളൊന്നുമില്ല. നമ്മൾ പറഞ്ഞാൽ ഈ സമരം ചെയ്തിട്ട് വേണം നമ്മുടെ മാനുഷിക അവകാശം കിട്ടണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അത് വളരെ മോശമായിട്ടുള്ള. 2012 2017 ഒക്കെ സമരം ചെയ്തിട്ടാണ്. എല്ലാ പ്രാവശ്യവും ഇങ്ങനെ സമരം ചെയ്തിട്ട് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള മിനിമം വേജസ് നമുക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമായിട്ടുള്ള കാര്യമാണ്. എന്നാലും ഇത്രയും കാലം ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് എല്ലാവർക്കും, ഇവിടെയുള്ള എല്ലാവർക്കും, കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഇത്രയും സപ്പോർട്ട് തന്നെ എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. ഈ 62 ദിവസം എന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ തകർന്നു പോകണം. ശരിക്കും ഞങ്ങൾ തകർന്നു പോയതാണ്. ഞങ്ങളെല്ലാം എല്ലാവരും കൂടിയാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. പക്ഷേ ഈ വിജയമില്ല ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റൂല. അത്ര ഇതാണ്. നേരത്തെ പറഞ്ഞു ഈ രാത്രിയൊക്കെ സമരം നടത്തുമ്പോൾ പലപ്പോഴും ഭക്ഷണം പോലും എല്ലാവർക്കും എല്ലാവരും തകർന്ന് നമ്മൾ വീട്ടിലിരിക്കുക. ഇവിടെ സമരത്തിലിരിക്കുന്ന പിള്ളേരെ ഓർത്ത് നമുക്ക് ടെൻഷൻ. ഇവിടെ ഇരിക്കും മൊത്തത്തിൽ എന്തല്ല, വീട്ടിൽ ചെന്നാൽ പോലും ഞങ്ങൾക്ക് സമാധാനമില്ല. കണ്ടിന്യൂസ് എത്രയോ ദിവസം രാവും പകലും ഇവിടെ സമരത്തിലുണ്ടായിരുന്ന പിള്ളേരുണ്ടെന്നറിയോ. കുടുംബത്തെ പോലും നോക്കാതെയാണ് നമ്മൾ ഈ സമരത്തിന് വേണ്ടി നിൽക്കുന്നത്. എത്ര നാളായെന്നറിയോ. ഇതന്ന് ചെയ്തിരുന്നെങ്കിലില്ലേ ഇത്ര ഇത് വരൂലായിരുന്നു. മാലാഖമാരുടെ ചിറകുകൾ എന്ന് പറയുന്നത് ചിറകൾ തകർക്കാൻ നോക്കി, പക്ഷെ തകർക്കാൻ പറ്റിയില്ല ഇവർക്ക്. പലരും പറയുന്നത് ഛർദിൽ കോരാൻ വരുന്നവർക്ക് എന്തിനാണ് ഈ സാലറി, സാലറി കിട്ടാത്ത ജോലിക്ക് എന്തിനാണ് പഠിക്കുന്നതെന്ന് ചോദിക്കുന്നത്. പഠിക്കുന്നതിന് എത്ര ലക്ഷം രൂപ മുടക്കിയിട്ട് നമ്മൾ പഠിക്കുന്നത് നമുക്കേ അറിയത്തുള്ളൂ. പക്ഷെ അതാരും കാണുന്നില്ല. എല്ലാവരും പറഞ്ഞ് ഛർദിൽ കോരുന്നവർക്ക് എന്തിനാണ് പൈസ, ഇതാണ് ചോദിക്കുന്നത്. നമ്മൾ മനുഷ്യരല്ലേ, നമുക്കും ജീവിക്കണ്ടേ. ഈ വിലക്കയറ്റത്തിന്റെ സമയത്ത് ഇവിടുന്ന് അവിടെ വരെ ഓട്ടോയ്ക്ക് പോകാൻ വേണ്ടി 50 രൂപ വാങ്ങും. ആരാ തരുന്നത്? നമ്മൾ പണിയെടുത്തിട്ട് തന്നെയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. എന്തായാലും അത് തന്നെയാണ് ഇവിടെ 62 ദിവസം 62 ദിവസമായിട്ട് നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. നമ്മൾ കലക്ട്രേറ്റിൻ്റെ മുന്നിൽ വരെ ഇങ്ങനെ ആരും ഇല്ലാണ്ട് പെണ്ണുങ്ങൾ മാത്രമായിട്ട് ഇരുന്നിട്ടുണ്ട്. അന്നേരം ഒന്നും ആരെയും നമ്മളിവിടെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു സന്തോഷം എങ്ങനെ അറിയിക്കണ്ടേന്ന് പറയാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഈ ഒരു ദിവസം ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ തന്നെ കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു അനുഭവമാണ് നിങ്ങൾക്ക്. അതെ, അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സന്തോഷമുണ്ട് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ തന്നെ. അതായത് നിങ്ങളുടെ പോരാട്ടത്തിന്റെ വീര്യത്തിന് മുമ്പിൽ സത്യത്തിൽ മാനേജ്മെന്റ് മുട്ടുമടക്കേണ്ടി വന്നു എന്ന് തന്നെ പറയാം. ഒരുപാട് ത്യാഗം സഹിക്കേണ്ടി വന്നു. വല്ലാണ്ട്. ഞാനെന്നൊരു വ്യക്തി ഒരു മത്സ്യത്തൊഴിലാളിൻ്റെ ഒരു കുട്ടിയാണ്. അപ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. പൈസക്കായാലും എന്തിനായാലും നല്ല ബുദ്ധിമുട്ടുണ്ട്. നമുക്കൊക്കെ EMI അങ്ങനെ കുറേ കാര്യങ്ങളുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊരു അവസരത്തിൽ പറയാനാണെങ്കിൽ നമുക്ക് യാതൊരു ഒരു മാനേജ്മെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് നല്ലൊരു ഇതാണ് നമുക്ക് ഉണ്ടായത്. ഇന്നലെ വരെ നന്നായിട്ട് ഉപദ്രവിച്ചു നമ്മളെയൊക്കെ. അപ്പോൾ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ നല്ലൊരു സന്തോഷമുണ്ട്. എന്തായാലും അത് തന്നെയാണ്. കാരണം ഇത്രയും ദിവസത്തെ നമുക്ക് നേരത്തെ പറഞ്ഞതാണ്. പക്ഷേ എങ്കിൽ കൂടിയും 62 ദിവസം എന്ന് പറയുമ്പോൾ ഏതൊരു സംഘടനക്കായാലും അല്ലെങ്കിൽ കൂട്ടായ്മക്കായാലും തകർന്നു പോകുന്ന ഒരു ദിവസ പരിമിതി കൂടിയാണ്. പക്ഷേ തളരാതെ നിന്നു, തകരാതെ നിന്നു. ഇന്നലെ നമ്മളോട് ചെയ്ത മാതിരി നാളെ ആ സാറ് വേറെ ആരെങ്കിലും ചെയ്യും. അപ്പം അത് തടയാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ സമരം ചെയ്തത്. ഈ പറയുന്ന തീരുമാനങ്ങളെല്ലാം അംഗീകരിക്കപ്പെട്ടു, സൈൻ ചെയ്തു. ഈ ചർച്ചയിൽ ഇന്നിപ്പോൾ ആരൊക്കെയാണ് പങ്കെടുത്തത്? നിങ്ങൾ HR ആണ് സൈൻ ഇട്ടത്. നിങ്ങളുടെ മിനിമം വേതനം പ്രധാനമായും അത് തന്നെയാണ്. അത് ഉറപ്പ് നൽകുമെന്ന് ഉറപ്പ് നൽകും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ത്യാഗം സഹിക്കേണ്ടി വന്നു. തളരില്ല. ഇല്ല. തുടക്കം മുതൽ ഈ സമരത്തിന് രാഷ്ട്രീയ ഭേദമന്യേ
ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ ജില്ലയിലെ മിക്ക യുവജന സംഘടനകളും ഇതിന് പിന്തുണയുമായി കടന്നു വന്നിരുന്നു. ആ യുവജന സംഘടനകളുടെ ഒത്തൊരുമയുടെ കൂടി വിജയമാണിത്. ഇവരെ ഇതുപോലെ സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നീതിയുക്തമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടുന്നവർക്ക് വേണ്ടി ഇനിയും ഇതുപോലെ ഒറ്റക്കെട്ടായി പറഞ്ഞ ഒരു മനുഷ്യാവകാശ ലംഘനം കൂടിയാണ്. കാരണം ഒരു മിനിമം വേതനം എന്ന് പറയുന്ന ഒരു അവകാശമാണ്, അതുപോലെ നിഷേധിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യാവകാശ ലംഘനമായി തന്നെ കാണാൻ. തീർച്ചയായും ആ മനുഷ്യാവകാശ ലംഘനത്തിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് ജില്ലയിലെ യുവജന പ്രസ്ഥാനങ്ങൾ ഏറ്റെടുത്തത്. അതിൻ്റെ അന്തിമ വിജയം കൂടിയാണ്. അതിൻ്റെ മധുരം പങ്കുവെക്കാനാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നഴ്സസ് അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറിക്ക് ഞങ്ങൾ മധുരം കൈമാറുകയാണ്. ഈ സമരത്തിന് വലിയ പിന്തുണ നൽകി ഇത് വിജയത്തിൽ എത്തിയിരിക്കുകയാണ്. ഇത് നോക്കിക്കാണാൻ കഴിയുന്നത് നമുക്ക് ഒരു സമരം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ, ന്യായമായ സമരം ഏറ്റെടുത്ത് മുന്നോട്ട് വന്നാൽ അതിന് ഈ പൊതുസമൂഹം, യുവജന സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകളെല്ലാം വലിയ പിന്തുണ വരുന്നൊരു സമരമായി ഈ കണ്ണൂർ ജില്ലയിലെ സമരം മാറി. അത് രാഷ്ട്രീയ ഭേദമന്യല്ല, ഒരു സമരത്തിന് ഈ നഴ്സുമാർക്ക് അതിന് പിന്തുണ നൽകുവാനും അവർക്ക് നേതൃത്വം നൽകുവാനും കഴിഞ്ഞത് വലിയ വിജയത്തിലേക്ക് പോയത് AIYF ഈ ഘട്ടത്തിൽ നഴ്സുമാരെ, ഈ കണ്ണൂർ ജില്ലയിലെ മുഴുവൻ നഴ്സുമാരെയും ഈ സമരവുമായി ബന്ധപ്പെട്ട് വന്നവരെയെല്ലാം അഭിവാദ്യം ചെയ്തിരുന്നു. ഈ തികച്ചും ആശ്വാസകരമായ തീരുമാനമാണ്. ആദ്യമായി മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി കഴിഞ്ഞ 61 ദിവസമായി യൂത്ത് സമരം നടത്തുന്ന നഴ്സുമാർക്ക് എല്ലാവിധ അഭിവാദ്യങ്ങൾ നേരുകയാണ്. ഒരുപക്ഷെ യുവജന സംഘടനകൾക്ക് പോലും കഴിയാത്ത രൂപത്തിൽ ഇച്ഛാശക്തിക്ക് മുമ്പിൽ, നഴ്സുമാരുടെ ഇച്ഛാശക്തിക്ക് മുമ്പിൽ നമുക്ക് ഇന്ന് വലിയൊരു മെസ്സേജാണ്. ഒരു കുത്തക മുതലാളിക്കും ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കാതെ നിർവാഹമില്ല എന്നുള്ള ഒരു വലിയ മെസ്സേജാണ് ഈ സമരത്തിലൂടെ പൊതുസമൂഹത്തിന് നൽകാനുള്ളത്. ഈ അത്യുജ്വലമായ ഈ സമരം നയിച്ച നഴ്സുമാർക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും യൂത്ത് ലീഗിന് നേരുകയാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ ഇവിടെയുള്ള ആശുപത്രി മാനേജ്മെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ, പ്രധാനമായും മെഡിക്കൽ സൂപ്രണ്ട് ഉൾപ്പെടെ ഈ നഴ്സുമാരെ ആക്രമിക്കുന്ന നിലവരെ ഉണ്ടായി. അതിന് യൂത്ത് ലീഗിന് ആദ്യം ആവശ്യപ്പെടാനുള്ളത് ശക്തമായ പോലീസ് അയാൾക്കെതിരെയുള്ള കേസെടുക്കണമെന്ന് കണ്ണൂർ ജില്ലാ യൂത്ത് ലീഗ് ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുകയാണ്. അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ 60 ദിവസം ഒരു സമരം നീണ്ടുനിൽക്കുന്ന കണ്ണൂരിൻ്റെ ചരിത്രത്തിൽ സമീപകാലത്തില്ലാത്ത രീതിയിൽ അതിശക്തമായ പോരാട്ടമാണ്. ഞങ്ങൾ ഇന്ന് തീരുമാനിച്ചത് എപ്പോഴാണോ കൊയിലി ഹോസ്പിറ്റലിൽ ഒപ്പിടുക ആ സമയം വരെ ജില്ലാ യൂത്ത് ലീഗ് ഈ സമരം നടത്തുമെന്ന് തന്നെയാണ്. ആ തീരുമാനം ഒപ്പിട്ടപ്പോൾ മാത്രമാണ് നമ്മുടെ സമരം പിൻവലിച്ചിട്ടുള്ളത്. ഇനിയും ന്യായമായ കണ്ണൂർ ജില്ലയിലെ എല്ലാ ആളുകൾക്കൊപ്പം കണ്ണൂർ ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് ഉണ്ടാകും. പിള്ളേരെ നോക്കാൻ പറ്റിയിട്ടില്ല, വീട് നോക്കാൻ പറ്റിയിട്ടില്ല, വലിയ ത്യാഗം തന്നെയാണ് സഹിച്ചത്. പക്ഷെ അതിലൊന്നും തളർന്നു പോയില്ല. ഇല്ല, തളരൂല, നമ്മൾ ഒരിക്കലും തളരൂല. തീയിൽ കുരുത്ത വെയിലത്ത് പാടില്ല എന്ന് പറഞ്ഞില്ലേ, അതുപോലെ നമ്മൾ തളരൂല. ആശുപത്രിയിലേക്ക് എത്തുന്നവർ തളർന്നവരും അല്ലെങ്കിൽ രോഗമുള്ളവരും ഒക്കെ അവരെ ചികിത്സിച്ച് ഭേദമാക്കി അയക്കുന്ന നിങ്ങൾക്ക് രോഗം വന്നപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒരു പിന്തുണ അതുകൂടി ഈ സമരത്തിന്റെ ഭാഗമായി വിജയിക്കാൻ കാരണം എല്ലാവരുടെയും പിന്തുണ ഉണ്ടായിരുന്നു. ഇന്ന പാർട്ടിക്കാരെന്നില്ല, എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതായത് നിങ്ങളുടെ ന്യായമായ ആവശ്യത്തിന് ജനങ്ങളുടെ ആകെ തന്നെ പിന്തുണ ഉണ്ടായി. ആ ഒരു പിന്തുണയോടുകൂടി ഭാഗമായിട്ടാണ് ഈ സമരം വിജയിച്ചത്. അതെ, എല്ലാവരുടെയും പിന്തുണ, പൊതുജനങ്ങളും എല്ലാ ആൾക്കാരും നമ്മുടെ കൂടെ ഉണ്ട്.